കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാമോ? ഇന്ന് പകലിൽ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതിന് ശേഷം ഇങ്ങനെ ഓൺലൈൻ മീറ്റിംഗായി, സൂം മീറ്റിംഗായി നമുക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ലിസ ലിജോ കുടുംബം ഈ ഓൺലൈൻ വഴിയായി ഈ ആരാധനയിലും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ ആമേൻ, അതിശയകരമായി അത്ഭുതകരമായി ദൈവം നമ്മളെ നടത്തി. അവിടങ്ങളിൽ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു. ഈ രാത്രിയിൽ ആമേൻ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ആമേൻ ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിലെ 5-ാമത്തെ വാക്യമാണ് ഞാൻ കുറിവാക്യമായി വായിക്കുന്നത്. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം ആമേൻ മറ്റു സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് എഴുതപ്പെട്ടത്. വളരെ ബുദ്ധിമാന്മാരായ ഗ്രീക്കുകാരോട്, തത്വചിന്തകന്മാരോട് യേശു കർത്താവിന്റെ ഔന്നത്യത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി രേഖപ്പെടുത്തിയ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. മത്തായി സുവിശേഷം എഴുതുമ്പോൾ യഹൂദന്മാരെ പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ആമേൻ വരാനിരിക്കുന്ന മശിഹ ആമേൻ യേശു ആണെന്ന് തെളിയിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നത്. ആമേൻ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് തത്വചിന്തകളുടെയൊക്കെ വലിയ പ്രസരങ്ങളുള്ള കാലത്ത് ആമേൻ വചനമായ ദൈവത്തെക്കുറിച്ച്, ആമേൻ യേശുവിന്റെ ഔന്നിത്യത്തെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തുവാനാണ് ഈ സുവിശേഷം രേഖപ്പെടുത്തിയത്. അതിന്റെ ആരംഭം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവൻ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെയും ശിഷ്യന്മാരെയും കാനാവിലെ കല്യാണ വീട്ടിൽ വിളിച്ച കാര്യമാണ്. നമുക്കിതൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാന് ആ കല്യാണ വീട്ടിന്റെ കാര്യങ്ങളെ ഊന്നിക്കൊണ്ട് പറയാനല്ല അധികം താല്പര്യപ്പെടുന്നത്. ആ ഒരു വാക്യം ബേസ് ചെയ്തുകൊണ്ട് ഇന്ന് തിരുവചനങ്ങൾ ധ്യാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. നമുക്കറിയാം, ആ വീടിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ അവരുടെ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, നിന്ദകളിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭം അവരുടെ മുമ്പിൽ സംജാതമായപ്പോ ആമേൻ സ്തോത്രം, അത് തിരിച്ചറിഞ്ഞ, പ്രാർത്ഥിക്കുന്ന, വിവേകമുള്ള, ദൈവാത്മാവുള്ള, ദൈവത്തിന്റെ പ്രവൃത്തികൾ കാത്തിരിക്കുന്ന മറിയ, യേശുവിന്റെ അമ്മ എന്നതിനേക്കാൾ ഉപരി യേശുവിന്റെ അമ്മയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ തന്നെ മറിയക്കുണ്ടായ ചില പ്രത്യേകതകള്, മറിയ ദൈവത്തിൽ അതിയായി ആഴമേറി വിശ്വസിക്കുന്നവളായിരുന്നു. പ്രവചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവളാണ്, വാഗ്ദത്തങ്ങളെ. തന്റെ മകനെ കുറിച്ച് തന്നോട് ദൂതൻ വന്ന് പറയുന്ന 5 പ്രവചനങ്ങളുണ്ട്. 5 പ്രവചനങ്ങൾ. അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ജനിച്ചിട്ടില്ല, കുഞ്ഞ് ജനിച്ചിട്ടില്ല. അതിനു മുമ്പ് ദൂതൻ പറയാണ്, ജനിക്കുന്നത് ഒരു ആൺകുഞ്ഞാണ്, അത് ആ യേശു എന്നവന് പേരിടണം. രക്ഷകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലോകത്തിലുള്ള സകല മനുഷ്യരെയും എല്ലാവിധ രക്ഷ കൊടുക്കാൻ കഴിവുള്ളവനായിട്ടാണ് യേശു ജനിക്കാൻ പോകുന്നതെന്നും
അതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണമെന്നും ഉള്ളൊരു പ്രവചനം. 2, അവൻ അത്യുന്നതനാകും, അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യാക്കോബിൽ അവൻ എന്നേക്കും രാജാവായിരിക്കും. അങ്ങനെ തുടങ്ങിയൊരു 5 പ്രവചനങ്ങള് സ്തോത്രം മറിയത്തിനോട് ദൂതൻ വന്ന് പറയുന്നു. ഹല്ലേലൂയ. അവളത് ഏറ്റെടുക്കുവാനായിട്ട്, ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിട്ട് ഇന്ന് നമ്മളുടെ പല പ്രിയപ്പെട്ടവരും വാക്തത്വങ്ങൾ കേൾക്കുന്നുണ്ട്, വചനങ്ങൾ കേൾക്കുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതെങ്ങനെ ഏറ്റെടുക്കുന്നു, അതുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ബേസ് ആയിട്ടിരിക്കും. നമ്മള് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 20, 15, 10 വർഷങ്ങളായി ദൈവസഭകളിൽ ഇരിക്കുകയും മിക്കവാറും നമ്മൾ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന വചനത്തെ അതിന്റെ ആഴത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ പിൻപറ്റി അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വാസ്തവമായ വശം. എന്നാൽ മറിയ അങ്ങനെയല്ലായിരുന്നു. മറിയ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് സമയമായപ്പോൾ ആ കല്യാണ വീട്ടിൽ അവര് കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, ഇല്ലായ്മകളുടെ നടുവിൽ, നിന്ദകളുടെ നടുവിൽ, ആമേൻ, അവൾക്കൊരു കാര്യം മനസ്സിലായിരുന്നു, ഇത് പരിഹരിക്കുവാൻ ആ സമയത്ത് മറ്റാരെ കൊണ്ട് പ്രൈസ് ദി ലോർഡ്. സോറി, ഇടയ്ക്ക് ഒരു കോളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കണം സദയം. ഇതൊക്കെ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് ഒരു ബ്രേക്കാണ്. ഓക്കെ, ദൈവം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല സംവിധാനങ്ങൾ, ഇങ്ങനെ ഫോണൊന്നും വന്ന് ശല്യം ചെയ്യാതെ നമ്മുടെ സൂം മീറ്റിങ്ങുകളൊക്കെ നന്നായി നടക്കത്തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള താല്പര്യമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ ദൈവം ചെയ്യും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിന്ന് വാക്തത്വം കേൾക്കാഞ്ഞിട്ടല്ല, ദൂത് കേൾക്കാഞ്ഞിട്ടല്ല, ആമേൻ, വചനം അറിയാഞ്ഞിട്ടല്ല, പലപ്പോഴും നമുക്കതനുസരിച്ച് ആഴത്തിലേക്ക് മുറുകെ പിടിച്ചിറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ മറിയ അങ്ങനെയല്ലായിരുന്നു. മറിയ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഒരു വിഷയത്തിന്റെ മുഖത്ത് വന്നപ്പോൾ, പ്രശ്നത്തിന്റെ മുഖത്ത് വന്നപ്പോൾ മറിയ, മറിയയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് പണ്ട് ദൂതൻ പറഞ്ഞൊരു ദൂതുണ്ടല്ലോ, അവൻ അത്യുന്നതനാണ്, അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ യാക്കോബിൽ എന്നേക്ക് രാജാവായി വരും, അവൻ ആനിൽ ഉന്നതനാകും, ആമേൻ, സ്വതന്ത്രം മനുഷ്യരെ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. അവിടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയല്ല, അവരനുഭവിക്കുന്ന ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് രക്ഷിക്കാനും. അത് അന്നത്തെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സന്ദർഭത്തില് ആർക്കും ആ കാര്യം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ മറിയത്തിന് ആഴമേറിയ ഒരു വെളിപ്പാടുണ്ടായി, ദർശനമുണ്ടായി, വിശ്വാസമുണ്ടായി. അവള് അവിടെ നിന്ന് ശുശ്രൂഷക്കാരോടാണ് അവള് പറയുന്നത്, അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്. കല്യാണ വീട്ടില് വിളമ്പാനും മറ്റു ജോലികളൊക്കെ ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. ആ ശുശ്രൂഷക്കാരോടാണ് അവള് പറഞ്ഞത്. ഇതെല്ലാം സംസാരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ ഒരുപക്ഷെ ഈ ശുശ്രൂഷക്കാര് നിൽക്കുന്നുണ്ട്. യേശുവുമായിട്ട് മറിയ ഈ സംഭാഷണം നടത്തുമ്പോ സ്തോത്ര ശിഷ്യന്മാരുണ്ട്, ഈ ശുശ്രൂഷക്കാരുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ തലപുകഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇനി എന്ത് ചെയ്യും. ആ സമയത്താണ് ആ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു വലിയ വിശ്വാസം പ്രാവർത്തികമാക്കുന്നത്. അമ്മ അവിടെ നിന്ന് ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യും. അതിന് മുമ്പ് ഒരു സംഭാഷണം നടന്നു. അവർക്ക് വീഞ്ഞില്ലെന്നുള്ള കാര്യം, അവരുടെ പരിതാപകരമായ കാര്യം യേശുവിനോട് മറിയ അറിയിക്കുക ചെയ്യുന്നു. വേണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന മധ്യസ്ഥത, റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ മധ്യസ്ഥത,
യേശു അതിന് പറഞ്ഞ മറുപടികളൊക്കെ നമുക്കറിയാം. സമയമായിട്ടില്ല എന്ന് പറഞ്ഞു, സമയം എന്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ആ നെഗറ്റീവായിട്ടുള്ള മറുപടി മറിയയെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോയില്ല. സ്തോത്രം. ആമേൻ. സമയമായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രവർത്തിക്കുക? മറിയയ്ക്കറിയാം പിതാവായ ദൈവം എന്റെ മകനായി വന്ന യേശു എന്ന ദൈവപുത്രനെ സമയത്തും അസമയത്തും പ്രവർത്തിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശു ഒരിക്കൽ ഇങ്ങനെ പറയുണ്ടായി, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ആ കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. സ്തോത്രം. വെളിച്ചമുള്ളിടത്തോളം എന്റെ പ്രവൃത്തി ചെയ്യേണ്ടതാകുന്നു. ദൈവമക്കളെ, സ്തോത്രം. ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മുടെ പിതാവായ ദൈവം, യഹോവയായ ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള നമുക്കറിയാം, ഈ പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും പരിപാലിക്കപ്പെടുന്നത് യഹോവയായ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്നും പുതിയ സൃഷ്ടികൾ ചെയ്യാൻ കർത്താവിന് കഴിയും. സ്തോത്രം. അതുകൊണ്ടാണല്ലോ അപ്പസ്തോലന്മാരെ കൊണ്ടൊക്കെ കർത്താവ് മുടന്തനെ സൗഖ്യമാക്കിച്ചത്. കാലൊക്കെ നീണ്ടു വന്നു എന്നല്ല പറയണം, മുടന്തുള്ളവന്റെ കാല് നരിയാണി ഉറച്ചു. പുതിയ സൃഷ്ടി നടക്കുക. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ആ ഒരു വിശ്വാസം മറിയത്തില് ആഴമേറിയതായിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് മടുത്തു പോകുന്നവരാ, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നവരാ. ഒരു മറുപടി കേട്ടാൽ നമ്മൾ ചിലപ്പോൾ തളർന്നു പോകും. നമ്മുടെ മനസ്സിന് അത്രയ്ക്കൊക്കെയുള്ള ബലങ്ങളൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു അല്പനേരത്തെ, അല്പവിശ്വാസം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതിന്റെ കാരണം എന്താ? അല്പവിശ്വാസം, അല്പനേരത്തെ വിശ്വാസം. എന്നാൽ സ്വതന്ത്രം മറിയ ഈ വാക്ക് കേട്ടിട്ട് നെഗറ്റീവ്, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അവള് അവൻ സ്തോത്രം അവിടെ നിൽക്കുന്ന ശുശ്രൂഷക്കാരോട് പറയും, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുവിൻ. കണ്ടോ? അതിന്റെ അർത്ഥം എന്താ? അവൻ ചിലത് കൽപ്പിക്കാൻ പോവാണെന്ന് അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, പലവിധമായ പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിനോട്, ദൈവഭക്തരോട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, ദൈവത്തിന് പറയാനുള്ളത്, ഹല്ലേലൂയ സ്തോത്രം, മടുത്തു പോകരുത്, വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവന് സമയമായിട്ടില്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, യേശു തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു ആമേൻ സംഭവം പറഞ്ഞല്ലോ. ആമേൻ. അവൻ കൂട്ടുകാരന്റെ അടുക്കൽ വന്ന അപ്പം, ആമേൻ, ഭക്ഷണമില്ലാതെ വന്ന കൂട്ടുകാരന് വേണ്ടി അർദ്ധരാത്രിയിൽ മറ്റൊരു കൂട്ടുകാരന്റെ അടുക്കൽ പോയി ലജ്ജ കൂടാതെ മുട്ടിച്ചത് നിമിത്തം കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടും അവൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുത്തു. കണ്ടോ? നെഗറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് തരാൻ നിവൃത്തിയില്ല, വാതിലടച്ചിരിക്കുന്നു, മക്കളൊക്കെ എന്നോട് കൂടെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്തോത്രം നിരന്തരമായി ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി അവിടുന്ന് അത് ലഭിക്കുന്നത് വരെ കാത്തിരിക്കുന്ന ആ സ്നേഹിതന് വേണ്ടി ആ മനുഷ്യൻ എഴുന്നേറ്റ് അവൻ തന്റെ പ്രതിബന്ധങ്ങളെ മാറ്റി ആവശ്യമുള്ളിടത്തോളം കൊടുത്തു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുമെന്ന് എഫെസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും കൽപ്പിച്ചാൽ, കണ്ടോ, കൽപ്പിക്കാൻ കഴിവുള്ളവൻ അവൻ. പുതിയതായി നാം നേരിടുന്ന പ്രതിസന്ധികളുടെ നടുവിൽ പുതിയ വഴികൾ തുറക്കുവാൻ, പുതിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യുവാൻ, പുതിയത് ചിലത് കൽപ്പിച്ചാക്കുവാൻ, ഇല്ലാത്തതിനെ ചിലതിനെ സൃഷ്ടിച്ചുണ്ടാക്കുവാൻ കഴിവുള്ള, കൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് മറിയ വിശ്വസിച്ചു. മറിയ സ്വന്തം ഒരു മകനെ പ്രസവിച്ചുണ്ടായ ഒരു മകനോടുള്ള ആ മകന്റെ കഴിവും പ്രാപ്തിയൊക്കെ അറിയുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവപുത്രനാണ്, രക്ഷകനാണ്, ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് മറിയ വിശ്വസിക്കാൻ തുടങ്ങി.
യേശുവിന്റെ സഹോദരിമാരും നാട്ടുകാരും വീട്ടുകാരും ചർച്ചക്കാരും ഒന്നും അത് വിശ്വസിച്ചില്ല. ഇസ്രായേലിലെ പലരും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവര് പലരും ചോദിച്ചത്, ഇവൻ തച്ചന്റെ മകനല്ലേ, മറിയയുടെ മകനല്ലേ, സഹോദരിമാര് കൂടെ ഉണ്ടല്ലോ എന്നൊക്കെയാ. ഈ ദൈവാത്ഭുതം പ്രാപിച്ച ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചാല്, ദൈവവചനത്തിൽ പഠിച്ചാലും നമുക്ക് ഭയങ്കര അതിശയം തോന്നും. ആ മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലെ ശതാധിപൻ പറയുന്ന കാര്യമുണ്ടല്ലോ, നീ അധികാരമുള്ള, നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ബാല്യക്കാരെ സൗഖ്യമാകുന്ന പറഞ്ഞു. നമുക്കിത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് ആ ആഴമേറിയൊരു വെളിപ്പാടിലേക്ക് ചെന്ന് അത് സ്വീകരിക്കുക, അത് അത്ഭുതമായി ഈ ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ സദ്വാർത്തമാനം കേട്ടവരെങ്കിലും കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായാൽ ഉപകാരമായി വന്നില്ല. കണ്ടോ? അപ്പൊ ദൈവവചനം ഉപകാരമായി വരാത്തത്, അത്ഭുതമായി സംഭവിക്കാത്തതിന്റെ കാരണം വിശ്വാസമായി പരിണമിക്കണം. വിശ്വാസമായി പരിണമിക്കാൻ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഈ 4 തരം ഹൃദയങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞു. 4 തരം ഹൃദയങ്ങൾ. ഒന്ന്, വഴിയരികിൽ വീണ വിത്തിനോട് സമമായ ഒരു ഹൃദയം. 2, പാറപ്പുറത്ത് വീണത്. 3, മുള്ളിനിടയിൽ വീണത്. 4, നല്ല നിലം. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരങ്ങളൊക്കെ അനുസരിച്ചാണ് നമുക്ക് ദൈവിക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വചനം നിറവേറുന്നു. വചനം അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. പക്ഷെ 3 ഉദാഹരണങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഒന്ന് പറവ കൊണ്ടുപോയി, വാക്തത്വമുണ്ട്, വചനം കേട്ടു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോയി. 2, സ്തോത്രം, വേരില്ല, പാറപ്പുറത്ത് വീണ്, ഉള്ളിലേക്ക് ഇറങ്ങണില്ല വചനം. അതുകൊണ്ട് ചൂടേറിയ അനുഭവങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വാടിപ്പോകുന്നു, ഉണങ്ങിപ്പോകുന്നു. 3-ാമത്തെ കൂട്ടര് ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ ചിന്ത, ആവലാതികള്, ആശങ്കകളൊക്കെ ഇത് വന്ന് ഞെരുക്കി ഇതിന് വളരാൻ അനുവദിക്കുന്നില്ല. എന്നാൽ നല്ല നിലത്തിൽ വീണത്, നല്ല ഹൃദയം, ദൈവവചനം ധ്യാനിക്കുന്ന, വിശ്വസിക്കുന്ന, ആമേൻ, അതിന് വളരാൻ അനുവദിക്കുന്ന, ആറ്റരികത്ത് നിൽക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ഒരു അനുഭവമാണല്ലേ. സ്തോത്രം. ഇപ്പൊ മറിയ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. മറിയ നോക്കിയ, മറിയത്തിന് മറ്റു മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, ജീവിത സാഹചര്യങ്ങൾ മോശമായിരുന്നെങ്കിലും, ദൈവമക്കളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു, വിശുദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു, ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു, ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന് കാലഘട്ടത്തിൽ എന്തോരം വേദന അനുഭവിച്ച ഒരു മാതാവായിരിക്കും എന്ന് പറയും മറിയ. കാരണം തന്റെ മകനെ സമൂഹം അംഗീകരിക്കാതെ, വലിയൊരു കൂട്ടം അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, പരീശന്മാര് പുറകെ നടന്ന് ഉപദ്രവിക്കുമ്പോൾ, വീട്ടുകാർ അംഗീകരിക്കാതിരിക്കുമ്പോൾ, സ്വന്തം പട്ടണമായ നസറത്തുകാർ അംഗീകരിക്കാതിരിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഈ മറിയ യേശുവിനെ ശരിയായി അംഗീകരിച്ചുകൊണ്ട് പോവുക. ജീവിത സാഹചര്യമൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, പക്ഷെ എന്നിട്ടും മറിയ തളർന്നില്ല. അവിടെയാണ് അത് ആത്മീയ ആരോഗ്യം എന്ന് പറയാം, അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയാം. അകത്തെ മനുഷ്യൻ ശക്തമായിരുന്നു മറിയത്തിൽ. ഒരു ആത്മസാന്നിധ്യത്തിൽ ജീവിച്ചൊരു വ്യക്തിത്വമായിരുന്നു മറിയ. അങ്ങനെയുള്ളവരിലൂടെ ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് കേട്ടോ. ഈ ദെബോരേനെ, പഴയ നിയമത്തിലെ ദെബോരേനെ നമ്മൾ കണ്ടിട്ടില്ലേ? അന്ന് ഇസ്രായേലിൽ ഇഷ്ടംപോലെ ആണുങ്ങളുണ്ടെങ്കിലും ദെബോരേനെ ദൈവം ഉപയോഗിച്ചേ. ന്യായപാലനം ചെയ്യുക, ദൂത് പറയുക, ആമേസ്തോത്രം, എന്നിട്ട് ബാരക്കിനെ വിളിച്ച് യുദ്ധത്തിന് പോകാൻ പറയുക. അവൻ പറഞ്ഞു, നീ കൂടെ വന്ന് ഞാൻ പോവാന്ന്. കണ്ടോ? അപ്പൊ അവന്റെ കൂടെ യുദ്ധത്തിന് പോകാൻ പോലും തയ്യാറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരിലൂടെയാണ് ദൈവത്തിന് പലതും ചെയ്യാനായിട്ടുള്ളത്. യേശുവിന്റെ കാലം വന്നപ്പോ ഹന്ന എന്ന് പറഞ്ഞ 84 വർഷം വിധവയായ, 7 വർഷം ഭർത്താവിനോട് കൂടി ജീവിച്ച, ഏകദേശം 91 പിന്നെ പ്ലസ് വിവാഹത്തിന് മുമ്പുള്ള വർഷം, ഒരു 100 ചില്ലാൻ വയസ്സുള്ള ആ അമ്മച്ചി, ഹന്നമ്മച്ചി പ്രവാചികയായി ജീവിച്ചു. യേശുവിനെ കുറിച്ച് സുവിശേഷം പ്രസംഗിച്ചു. നമ്മൾ ഇസ്രായേൽ കാത്തിരിക്കുന്ന രക്ഷകനെ ഞാൻ കണ്ടു എന്നും പറഞ്ഞ് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു. ദൈവമക്കളെ, സ്തോത്രം,
സാഹചര്യങ്ങൾക്കനുസരിച്ച് നിന്നാൽ നമുക്ക് സാഹചര്യങ്ങളൊക്കെ നമുക്ക് എതിരായിട്ട് വരും. പക്ഷെ അതിന്റെയൊക്കെ മധ്യത്തിൽ ആമേൻ ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തോടെ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് നമുക്ക് വേണ്ടുന്ന വിശ്വാസം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ ഭാഗം അങ്ങനെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം അവിടെ ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടായി. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രതിസന്ധിക്ക് പരിഹാരം ദൈവത്തിന്റെ കയ്യിലുണ്ട്. സ്തോത്രം. പറയേണ്ടവനോട് പറഞ്ഞ് അവനെ മുറുകെ പിടിച്ചാൽ, മറിയ ചെയ്തതുപോലെ മുറുകെ പിടിച്ചാൽ, അവനെ ആഴത്തിൽ ആശ്രയിച്ചാൽ, സ്തോത്രം. മറിയ വേറെ കുറുക്കുവഴി തേടാൻ പോയില്ല കേട്ടോ. ഏത് എന്റെ മകനോട് ഇത് പറഞ്ഞിട്ട് ഇനി നടക്കില്ല എന്നാ പറഞ്ഞ, എന്നാ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, വേറെ ആരെങ്കിലോട് ചോദിക്കാം, കുറച്ച് വീഞ്ഞ് സംഘടിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെന്നൊന്നും മറിയ അതിന് പോയില്ല. ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ വീട്ടിലെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായി. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നത്, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ചില പ്രതിസന്ധികള്, പ്രതികൂലങ്ങള് കർത്താവ് അറിയാതെയല്ല. അവനെ മുറുകെ പിടിച്ചാൽ അതിന് ചില പരിഹാരങ്ങൾ അവന്റെ പക്കലുണ്ട്. പക്ഷെ അവൻ പറയുന്നത് ചെയ്യണം. അവിടെയാണ് ഞാൻ സ്ട്രെസ് ചെയ്യാൻ, ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്തെന്നറിയാമോ? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. അപ്പൊ അനുഗ്രഹത്തിന് ഒന്ന് ദൈവ ശബ്ദം കേൾക്കണം. അന്ന് അവിടെ ആളുകള് ഭരണിയിൽ വെള്ളം നിറച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഭരണിയിൽ വെള്ളം നിറച്ച കാര്യമൊന്നും. പത്രോസ് വെള്ളത്തിന്റെ മീതെ വിശ്വാസത്താൽ നടന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്ന ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അവിടെ എന്താണ്ടായേ? ഈ രണ്ട് സ്ഥലത്തും ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായി. അതിനാണ് നമ്മൾ റീമ എന്ന് പറയുന്നത്. ലോഗോസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട്. ലോഗോസ് എന്ന് പറഞ്ഞ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വചനത്തിനാണ് ലോഗോസ് എന്ന് പറയുന്നത്. റീമ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനത്തിനെയാണ് റീമ എന്ന് പറയുന്നത്. അത് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ, ചിലപ്പോൾ ഒറ്റ ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് കിട്ടില്ല, ചിലപ്പോൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മളോടൊരു ഇടപെടലുണ്ടാവും. അപ്പൊ ഇവിടെ ഉള്ളില് അതാണ് പറയുന്നത്, സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിലവുകളെയും കാക്കുമെന്ന് പറയുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, അതൊരു മർമ്മമാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. സ്തോത്രം. സകലതും വിചാരപ്പെടാനാണെങ്കിൽ നമ്മുടെ സാഹചര്യം വെച്ച് വിചാരപ്പെടാൻ, ആളുകൾ പറഞ്ഞ വിഷയം വെച്ച് വിചാരപ്പെടാൻ, എന്തെല്ലാം കാര്യങ്ങൾ വിചാരപ്പെടാനുണ്ട്. എന്നാൽ ഈ വിഷയം ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയും. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന് ദൈവം ഏറ്റെടുത്ത് പരിഹാരമായി എന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതിന് വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കൂട്ടർ, വചനത്തെ ഞെരുക്കി കളയുന്ന കൂട്ടർ ചിന്തകൾ. ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യം, സ്തോത്രം, നമ്മുടെ വിഷയത്തിന് പരിഹാരമുണ്ട്. കാരണം എന്താ പറയുമോ? വെറുതെ ദൂതം എന്ന് പറഞ്ഞതല്ല അവന് യേശു എന്ന് പേരിടാൻ. അവൻ തന്റെ ജനത്തിനെ പാപങ്ങളിൽ നിന്നും മാത്രമല്ല, രോഗങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നും, ഞെരുക്കങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ഏത് സാഹചര്യത്തിൽ നിന്നും വിടുവിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് യേശുവിനെ രക്ഷകൻ എന്ന് പേരിട്ടത്. ഇനി പിതാവായ ദൈവത്തിന്റെ ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതും ഇതന്നെയല്ലേ. ദൈവത്തിന് അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പറ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സ്തോത്രം. വാക്തത്വമുള്ളവരാ, പക്ഷെ അവർക്ക് വിശ്വാസമില്ല. അബ്രഹാമിന് വിശ്വാസമില്ല. അബ്രഹാം ചിരിച്ചു എന്നാ പറയണേ, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു എന്നാ പറഞ്ഞേ. ഇപ്പൊ നമ്മളിതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഈ പ്രസംഗിക്കുന്ന ഞാൻ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ ഈ വലിയ വിശ്വാസമൊക്കെ പറയും, വലിയ വിശ്വാസം പറഞ്ഞ് വലിയ അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അബ്രഹാമിന്റെ പോലെ ചിരിക്കുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ പലവട്ടം പറഞ്ഞ് അവനെ ഉറപ്പിച്ച ദൈവം എന്താന്ന് പറയും? ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേര് പറഞ്ഞു.
ഇസഹാക്ക് പേരിടണം എന്ന് പറഞ്ഞു. ആൺകുഞ്ഞാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. അത് മാത്രമല്ല, സാറ അകത്ത് നിന്ന് ഹൃദയത്തിൽ ചിരിച്ച കാര്യമൊക്കെ ദൈവം പറഞ്ഞപ്പോ അപ്പൊ ഇത് ശരിയായ പ്രവചനമാണ്, എല്ലാം ഗ്രഹിക്കുന്നവനാണ്, ആ ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയവൻ, ഗർഭപാത്രമില്ലാതെ ഹവ്വയെ ഉണ്ടാക്കിയവന് സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വം മാറ്റുവാൻ, അബ്രഹാമിന്റെ ശരീരത്തിന്റെ ബലഹീനത മാറ്റുവാൻ, പുത്രോത്പാദനത്തിനുള്ള ശക്തി കൊടുക്കുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസം ആ എൻകൗണ്ടറിൽ, ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ചയില് അബ്രഹാമിന് സാറയ്ക്ക് ലഭിച്ചു. സ്തോത്രം. ദൈവമക്കൾ, അതൊക്കെ ഒരു വലിയ സന്തോഷകരം. ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ച് ശക്തീകരിച്ച് ഉറപ്പിച്ച് വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ച് ദൈവപ്രവൃത്തി 24 വർഷം കാത്തിരുന്ന് മടുത്ത് ഇട്ടച്ചു പോകാനല്ല. ആമേൻ. ഏലൈസറിന് കൊടുക്കാനല്ല, അത് ഇസ്മായിലിന് കൊടുക്കാനല്ല, അവനിൽ നിന്നൊരു തലമുറ ഉണ്ടാകണമെന്ന് സ്വർഗം തീരുമാനിച്ചതാ. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു അലീബിന്റെ യേശു ഏതിലെ വരിക? ഏത് തലമുറയിൽ കൂടെ വരിക? ഇസ്മായിലിൽ നിന്നുണ്ടാകണം. ഈ ദൈവമക്കളെ, ദൈവത്തിന്റെ പദ്ധതി ഒന്നും നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നതിന് അപ്പുറത്താ. അവൻ ആലോചന പറഞ്ഞു കൊടുത്ത് അവൻ ആരെന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 139 സങ്കീർത്തനം ചിന്തിച്ചപ്പോ അതിന്റെ 16-ാമത്തെ ഒരു വാക്യമുണ്ട്. 16 ദാവീദ് പറയാ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നീ എന്നെ കണ്ടു, നിന്റെ പുസ്തകത്തിൽ അതെല്ലാം എഴുതി വെച്ചിട്ടില്ലയോ? വായിച്ചിട്ടുണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിപ്പിച്ചു തരാം. ആ വാക്യൊരു വളരെ ചിന്തനീയമായ, ശാസ്ത്രീയമായ, ദാവീദിന്റെ കാലത്ത് ചിന്തിക്കാൻ പോലും പറയാൻ പോലും കഴിയാത്ത ഒരു വാക്യമാണ് ദാവീദ് പറഞ്ഞത്. ദാവീദ് കേവലം ഒരു ആട്ടിടയനായിരുന്നു, പിന്നീട് രാജാവായി. എങ്കിലും തനിക്ക് ശാസ്ത്രമൊന്നും അറിയത്തില്ല. അദ്ദേഹം വല്ല സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹം പറയുന്ന വാക്യം ഞാൻ ഒന്ന് വായിപ്പിക്കട്ടെ കേട്ടോ. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പൊ ദൈവത്തിനൊരു പുസ്തകം ഉണ്ടെന്ന് ദാവീദ് പറയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തില്, എൻ്റെ അപ്പനും അമ്മയും വിവാഹം കഴിഞ്ഞ് ഞാൻ ഏറ്റവും അവസാന പുള്ളിക്കാരനുണ്ടായത് 8ാമത്തെ മോനായിരുന്നല്ലോ. സ്തോത്രം. 2 പെങ്ങന്മാരും ഉണ്ടായി, 10 മക്കള്. സ്തോത്രം. അപ്പൊ ഈ പുള്ളിക്കാരൻ പറയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ഒരു സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ XY ക്രോമസോമോ XX ക്രോമസോമോ കൂടി ചേർന്നിട്ട് ആദ്യം ഉണ്ടാകുന്നത് ഒരു സെല്ലാണ്, കല. അപ്പന്റെ അമ്മയുടെയൊക്കെ ഗുണഗണങ്ങളുള്ള DNA ഒക്കെ ഉള്ള നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ ഷേപ്പും ഈ കുഞ്ഞിനുണ്ടാകാൻ പോകുന്ന ഷേപ്പൊക്കെ കൂടി അപ്പന്റെ അമ്മയുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടി ചേർന്ന ഒരു സെല്ലാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിന് അന്ന് ഹൃദയമില്ല, മൂക്കില്ല, വായില്ല, കണ്ണില്ല, പൊക്കിൾക്കിടി പോലും ഇല്ല. ഓവറിയിൽ ഇതെല്ലാം രൂപം കൊള്ളുമ്പോൾ 6 ആഴ്ച എടുക്കുമെന്ന് പറയണേ പ്രഗ്നൻസിക്ക്. ഈ ഒരു സെല്ല് രൂപീകരിക്കാൻ 6 ആഴ്ച എടുക്കുന്നു. അല്ല, ആറ് പ്രക്രിയയിലൂടെ കടന്നു പോയിട്ടാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്, ഒരു കുഞ്ഞുണ്ടാകുന്നത്, ഒരു മനുഷ്യജീവിതം ഉണ്ടാകുന്നത്. അത് 16-ാം നൂറ്റാണ്ടിന് ശേഷം കണ്ടുപിടിച്ച് മൈക്രോസ്കോപ്പും അതുപോലെ രോഗാണു ശാസ്ത്രമൊക്കെ വന്ന് ശരീരശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചു വന്ന് ഇപ്പൊ ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ ഇതൊക്കെ കണ്ടുപിടിച്ച്. അതിനു മുമ്പ് ദാവീദിനെ എങ്ങനെ അറിയാം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്? സ്തോത്രം. ദൈവത്തിന്റെ സർവജ്ഞാനം, സർവശക്തി, സർവവ്യാപിത്വം അറിഞ്ഞ ഒരാളാണ് ദാവീദ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ആളൊന്നുമല്ല. നമുക്ക് ദാവീദിന് വലിയ വില, കാരണം ദാവീദിന് ഇടയ്ക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ, അതും പിടിച്ചോണ്ടിരിക്കുക നമ്മൾ. പക്ഷെ ദാവീദിനെ ദൈവം രണ്ടാമത് അതൊക്കെ തെറ്റുതിരുത്തി അദ്ദേഹത്തിന് ദൈവം കൈക്കൊണ്ട് യേശുവിനെ ആ ഭർത്തിമായി വിളിക്കുന്ന ദാവീദ് പുത്ര എന്നാ. സ്തോത്രം. അവന്റെ പിതാവായി ദാവീദിന്റെ സിംഹാസനത്തിൽ യേശുവിനെ ഇരുത്തുന്ന പറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ. മനസ്സിലായോ?
അപ്പൊ ദാവീദിനൊരു വെളിപ്പാടാ. ദാവീദ് പ്രവാചകനാണ്, സേനാനായകനാണ്, രാജാവാണ്, വെളിപ്പാടുകാരനെ വെളിപ്പാടാ പറയണേ. ദൈവത്തിനൊരു പുസ്തകം ഉണ്ടെന്ന്. നമ്മുടെയൊക്കെ കണ്ണ്, മൂക്ക്, നാക്ക്, നമ്മുടെ ജനന തീയതികള്, നമ്മുടെ ആയുസ്, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കും എന്നൊക്കെ എഴുതി വെച്ചാണ് പുസ്തകം ഉണ്ടെന്ന്. അല്ലാണ്ട് ഒരു ദിവസം ആരും അറിയാതെ നമ്മൾ ജനിച്ചു വീണതല്ല. അപ്പനും അമ്മ അറിയണമെങ്കിൽ മുപ്പാട് അറിഞ്ഞത് ദൈവം അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയണതിന്റെ കാരണം. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കയറി ഇതൊക്കെ ഒന്ന്, യൂട്യൂബിലല്ല, ഗൂഗിളിലൊക്കെ കയറി ഇതൊന്ന് പഠിച്ചു. കാരണം ഇത് വെറുതെ വല്ലതും പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ പഠിക്കണം. ഈ ബൈബിളിലെ ഓരോ വാക്യങ്ങളും വെച്ച് പഠിക്കണം. സയൻസും കൂടെ പഠിക്കണം. നമുക്ക് കഴിയൊക്കെ ചെയ്തൊക്കെ. അത് ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ദൈവം ഇപ്പൊ അതൊക്കെ പഠിക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ഉണ്ടായതൊന്നുമല്ല, ദൈവം തന്നതാ. സ്തോത്രം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അറിയോ, 4 ആഴ്ച കൊണ്ടാണ് കുഞ്ഞിന്റെ ഹൃദയമൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ആമേൻ. 8 ആഴ്ച ആകുമ്പോഴാണ് കുഞ്ഞ കൈ, കുഞ്ഞ കാല് ഇതൊക്കെ രൂപപ്പെട്ടു വരുന്നത്, ചെറിയ പൊടി പോലെ. സ്തോത്രം. ഏറ്റവും അവസാനം കൺപീലിയാണ്. ഞാൻ അത് ഒന്നും കൂടെ ആഴത്തിൽ പഠിക്കണം എന്നാണ് കരുതിയിരിക്കുന്നത്. എന്നോട് ഒരാൾ സംശയം ചോദിച്ചു, ഈ ഹൃദയമാണോ ആദ്യം ഉണ്ടാവണേന്ന്. അപ്പൊ ഒന്നും കൂടെ പഠിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സയൻസ് ഒക്കെ അറിയുന്ന ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ ഒക്കെ അവിടെയൊക്കെ നമ്മൾ പോയി ഈ സാധനം പറയുമ്പോ വല്ലതും തെറ്റൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവര് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് നന്നായി പഠിച്ചിട്ട് വേണം എന്ത് കാര്യവും പറയാനായിട്ട്. സ്തോത്രം. ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നിങ്ങൾക്ക് പ്രഗ്നൻസിയെ കുറിച്ചുള്ള ആ ഒരു ഗൂഗിളിലോ യൂട്യൂബിലോ കയറി നോക്കി, അതിനകത്ത് അവർ പറയും എത്ര ആഴ്ച കൊണ്ട് ഒരു കുഞ്ഞ് വളർന്ന് പൂർണ്ണ വളർച്ച എത്തുന്നെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? പക്ഷെ ദാവീദിന്റെ കാലത്ത് ഈ പറഞ്ഞ എന്തില്ല, സ്തോത്രം, ഗൂഗിളും ഇല്ല. അദ്ദേഹത്തിന്റെ കാലത്ത് മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു സാധനം BC എത്രയുള്ള കിടന്ന് അദ്ദേഹം ജനിച്ച ആളാ. അദ്ദേഹം പറയും പരിശുദ്ധാത്മാവ് ഉള്ളവന് ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടും. ഞാൻ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടുന്ന്. അതെങ്ങനെ പുള്ളിക്ക് മനസ്സിലായി? അതാണ് ദൈവത്തിന്റെ സർവജ്ഞാനം, സർവവ്യാപത്വം. ഇസ്രായേലിലെ ബെത്ലഹേമിലെ ഇശായിയുടെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സ്വർഗത്തിലെ ദൈവം കണ്ടു. അത് അവന്റെ പുസ്തകത്തിൽ എഴുതി. അങ്ങനെയാണ് നമ്മുടെ എഴുതി വെച്ചിട്ടില്ലെന്ന് ഞാൻ ചോദിക്കുന്നേ. നമ്മൾ ദൈവത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടവരാ, പുസ്തകത്തിൽപ്പെട്ടവരാ. അതിനെ മായ്ച്ചു കളയാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. ഒരു പദ്ധതി ഉണ്ടെന്ന് നമ്മളെ കുറിച്ച്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മെസ്സേജ് തീരാൻ സമയമായിക്കൊണ്ടിരിക്കണല്ലോ. ഞാൻ പറഞ്ഞത് കർത്താവ് അവിടെ മറിയ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യും. ഈ അനുസരണം കേൾക്കണം. അവൻ കൽപ്പിക്കുന്നത് കേൾക്കണം. ദൈവശബ്ദം കേൾക്കണം. മർമ്മം ഞാൻ പറയണം. മർമ്മം അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, ദൈവശബ്ദം കേൾക്കണം. ദൈവം, ഞാൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം? അപ്പൊ ഒരു ദൈവശബ്ദം നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് നിങ്ങൾ ഈ ദൈവശബ്ദം എന്ന് പറഞ്ഞ ജോണിക്കുട്ടി പാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവശബ്ദം എന്ന് പറഞ്ഞ എന്താ? ചിലരോട് ശരിക്ക് ഒരാള് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ശമൂവേലെ എന്ന് വിളിച്ചതുപോലെ. എന്നാൽ ചിലപ്പോ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു പ്രേരണ, ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു വചനം, നമ്മളിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിനുള്ള ബന്ധത്തിൽ ഒരു വചനം വെളിപ്പെടും. അതാ ദൈവശബ്ദം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട്, തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് പെന്തക്കോസ്തുകാരെ എല്ലാ പ്രശ്നം എന്താണെന്നറിയുമോ? എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആത്മാവിൽ നടക്കാൻ കഴിയുന്നില്ല. ആത്മാവ് നടത്തുന്നവരെല്ലാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ ആത്മാവിൽ നടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ പ്രവാചകനെ അന്വേഷിക്കുന്നു, വെളിപ്പാടുകാരനെ അന്വേഷിക്കുന്നു. അവരിരുന്ന് ഇതേപോലെ ദൈവമായിട്ട് ആഴമേറിയ ബന്ധമുള്ളത് കൊണ്ട് അവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം വെളിപ്പെടുത്തി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ദൈവശക്തോ ദർശനമോ കൊടുക്കും. നമ്മൾ ചെയ്യാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്.
നമ്മൾ അതിനു വേണ്ടി മെനക്കെടുന്നില്ല, ഇരിക്കുന്നില്ല കേൾക്കാനായിട്ട്. ഒന്ന്, ദൈവശബ്ദം കേൾക്കണം. രണ്ടെന്താ? സ്തോത്രം, അനുസരിക്കണം. പറഞ്ഞത് അനുസരിക്കണം. ഈ യോനയോട് കർത്താവ് പറഞ്ഞേ, യോനോട് പറഞ്ഞു, നീ നിനവെ പോയിട്ട് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. വലിയ പ്ലാനായിരുന്നു ദൈവത്തിന്. പക്ഷെ പുള്ളിക്കാരൻ അനുസരിച്ചില്ല, നേരെ ഓപ്പോസിറ്റ് പോയി. അപ്പൊ അവൻ കയറി കപ്പലുകാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടായേ. ഇന്ന് പല കുടുംബങ്ങളിലും പല സഭകളിലും പല വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലത് അനുസരിക്കാതെ വരുമ്പോ വഴക്കുണ്ടാക്കാൻ പോരുന്നിട്ട് അവരോട്. വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അനുസരിക്കാത്തത് കൊണ്ട് കാറ്റും കോളും ഉണ്ടാകുകയാണ്. അവര് പ്രാർത്ഥിച്ച് ലാസ്റ്റ് ഈ പുള്ളിനെ കണ്ടെത്തി ചോദിച്ചപ്പോ, നീ പറയണ ഉത്തരം, നീ ഈ പ്രശ്നത്തിന്റെ കാരണം നീ പറയണം. സ്തോത്രം. അപ്പൊ പുള്ളി പറയാ, ഞാൻ ഇന്ന പോലെ അനുസരണക്കേട് കാണിച്ചു വന്നുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചാണ്. അതിന് ഒറ്റ മാർഗമുള്ളൂ, എന്നെ പിടിച്ച് കടലിലിട്ടാൽ മതി. എന്നാലും നേരെയാകാത്ത ചിലരുണ്ട്. നേരെയാകാത്തത് പേടിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. തമ്പൂരാൻ കണ്ടതാണെങ്കിൽ അതിനെ കൊണ്ട് അനുസരിപ്പിക്കാൻ ദൈവത്തിന് അറിയില്ലേ? മൃഗങ്ങളെ അനുസരിപ്പിക്കാവുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനെ അനുസരിപ്പിക്കാനാണോ ദൈവത്തിന് പ്രയാസം? എന്നെ അങ്ങനെ ചെറുതായിട്ടൊന്നും അനുസരിപ്പിച്ചാണ്ട്. ഞാന് ഒരു 94 തുടങ്ങി എനിക്ക് സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു 99 വരെ ബലം പിടിച്ചു, ഈ യോനനെ പോലെ. അപ്പൊ അവസാനം ഗതികേടില് വട്ടം ചുറ്റി കറങ്ങി എവിടെ ചെന്നാലും രക്ഷപ്പെടാൻ വഴിയാണ്ട് വന്നപ്പോഴാണ് എന്താ പറയാ, യോന പറഞ്ഞില്ലേ, ഞാന് തിമിംഗലത്തിന്റെ ഈ മത്സ്യത്തിന്റെ അകത്ത് ഈ കടൽപ്പുല്ല് എന്റെ തലപ്പാവായിട്ട് പോയി, ഞാൻ അയ്യം വിളിച്ചു, അയ്യോ ദൈവമേ രക്ഷിക്കണം, ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എന്റെയും പെട്ടെന്നൊന്നും മാറ്റിയില്ല, എന്നാലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടായി. അതുകൊണ്ട് ഈ ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് കണ്ടാക്കണ ആൾക്കാർ ശരിയാകുന്ന വരെ അവരെ ഒരു ഷോർട്ട് പീരീഡ് 3 ദിവസം അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. യോനയ്ക്ക് 3 ദിവസം മതിയായിരുന്നു, ചിലതിന് 3 ദിവസം പോരാ. എനിക്ക് 7 വർഷം വേണ്ടി വന്നു. എത്രയും വേഗം നേരെയായ എത്രയും വേഗം കാര്യങ്ങൾ ക്ലിയർ ആവും. പുള്ളി അതിനകത്തിരുന്ന് തീരുമാനം എടുത്തേ 2-ാം അധ്യായത്തിൽ, ഞാൻ പൊക്കോളാം, ഞാൻ പ്രസംഗിച്ചോളാം. ഒരു വലിയ മിനിസ്ട്രി അല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ 1,20,000 പേര് ഒറ്റ പ്രസംഗം കൊണ്ട് രക്ഷിക്കപ്പെട്ട ഏത് പാസ്റ്റർമാരെ പ്രസംഗിച്ചിട്ടുണ്ട്? പത്രോസ് പോലും പ്രസംഗിച്ചിട്ട് 3,000 പേരല്ലേ കയറിയുള്ളൂ. ഒറ്റ പ്രസംഗത്തിന് 1,00,000, ഒരു പട്ടണം മുഴുവൻ. ഇപ്പൊ ലിസ സിസ്റ്ററോടെ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ഈ UK ഉണർവിന് വേണ്ടിയിട്ട് ദർശനം കാണിച്ച് അയച്ചതാണെങ്കിൽ അതിലൂടെ ദൈവം തമ്പുരാൻ കാണിച്ചതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യിക്കുമല്ലോ. ജോണിക്കുട്ടി പാസ് പറഞ്ഞു, എല്ലാ പ്രാവശ്യം UK ചെല്ലുമ്പോൾ ആളുകൾ പ്രാർത്ഥിക്കാൻ വിളിക്കും, ചർച്ചകളിലൊക്കെ 2-3 ആള് വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം അവര് പറഞ്ഞത് 21 ദിവസം ഉപവാസം ഇരുന്നപ്പോ, അല്ല 21-40 അറിയില്ല, ഇരുന്നപ്പോ എല്ലാ ദിവസവും ആൾക്കാർ വരാൻ തുടങ്ങി, ചർച്ച നിറച്ച ആൾക്കാരായെന്ന് പറഞ്ഞു. ഉണർവ് ഈ UK തുടങ്ങി. ഈ UK ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഇന്ന് അതൊക്കെ പോയി. അവര് ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വഴുതി വീണു. അവരുടെ പല പള്ളികൾ പൂട്ടി. സ്തോത്രം. അവൻ മറ്റു പലതിലേക്കും തിരിഞ്ഞു. പക്ഷേ സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി മാറ്റം വരുത്തില്ല. അവിടത്തെ ഒരു വലിയ കൂട്ടം ജനത്തെ, വിവിധ രാജ്യങ്ങളിൽ വന്ന ജനത്തെ രക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഉണർവയക്കും. അതിനാണ് ഈ ജനത്തെ ഉണർവിന് വേണ്ടിയാണ് അയച്ചിരിക്കുന്നത്. ലിസസിനൊക്കെ അതിനുവേണ്ടി അയച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുങ്ങണം. ഈ കടന്ന് വിഷമിക്കുന്ന നേരത്ത് 1,00,000 പേരുടെ പാസ്റ്ററാകണ്ട, 1,000 പേരുടെ പാസ്റ്ററായാലും എങ്ങനെയിരിക്കും? പഞ്ചാബിലൊക്കെ 4,000, 5,000 പേര് 1,00,000-ത്തിനൊക്കെ ശുശ്രൂഷിക്കുന്ന സഹോദരിമാരുണ്ടെന്ന് പാസ്റ്റർമാരായിട്ട്. നമ്മുടെ ആൾക്കാർ അംഗീകരിക്കില്ല. പക്ഷെ യൂട്യൂബിൽ കൂടെ പറയുമ്പോൾ പേടിച്ചു വേണം പറയാനായിട്ട്. പക്ഷെ സത്യം അതാ. പഞ്ചാബിൽ ഇപ്പോ 6 വർഷത്തെ പാസ്റ്റർ 5 ലക്ഷം പേരെയൊക്കെ വെച്ചുകൊണ്ടാണ് ആരാധന നടത്തുന്നത്. ദൈവം അവരെ ഉപയോഗിക്കുക. സ്തോത്രം. സതീഷ് എന്നും പറഞ്ഞ ഹൈദരാബാദിലുള്ള പാസ്റ്ററുടെ സഭയിൽ 3 ലക്ഷം പേരോ അങ്ങാണ്ടാണ്. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നൊരു പാസ്റ്ററാണ്. നമ്മള് ഇതൊക്കെ പിടിച്ചോണ്ടുകൂടി ഇരിക്കുമ്പോ ദൈവം അങ്ങനെയുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇവിടെ കേരളത്തിൽ 3,000 പേരുള്ള ഒരു സഭയാണ് നമ്മുടെ അരൂരുള്ള
ഒരു ചർച്ച്. ഞാൻ അതിന്റെ അടുത്തായിരുന്നു ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അന്ന് 3000, 2010, 10-12 അവിടെ 3000 പേര് ചർച്ചിലുണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെ തീർക്കാൻ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാനായിട്ടുണ്ട്. പക്ഷെ അവൻ കൽപ്പിച്ചത് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുക? ചിലരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പേടിക്കൊന്നും വേണ്ട. മെരുങ്ങാത്തതിനെ, ഒതുങ്ങാത്തതിനെ, വഴങ്ങാത്തതിനെ മെരുക്കാൻ ദൈവത്തിന് അറിയാം. നെബൂഖദ്നേസറിനെ കൊണ്ട് 7 വർഷം പുല്ല് തീറ്റിച്ചു. അവസാനം പുള്ളിക്കാരൻ പറഞ്ഞേ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവമാണ് സകലത്തെയും ഭരിക്കുന്നത്, ഞാൻ ഈ ശ്രേഷ്ഠനായ ബാബിലോണിന്റെ ചക്രവർത്തിയായത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണെന്നൊക്കെ പുള്ളിക്കാരൻ സമ്മതിച്ചു. അപ്പൊ അവന്റെ ശ്രേഷ്ഠ മഹത്വം കിട്ടിയെന്ന് എഴുതിയിരിക്കുന്നു. എല്ലാ മന്ത്രിമാരും വന്നു, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അധികം. എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടതൊക്കെ, ഈ നഷ്ടപ്പെട്ട വർഷങ്ങൾ, ഈ നഷ്ടപ്പെട്ട സമയങ്ങൾ, ആമേൻ, സമ്പത്തുകൾ, നന്മകൾ, ശുശ്രൂഷകളൊക്കെ തിരികെ തന്ന് മാനിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ കർത്താവ്. അപ്പൊ ഒരു പീരീഡ് ഉണ്ട് ഇതിന്. സ്തോത്രം. ഇനി നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നാൽ ഏലിയാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നീയെ കെരീത് തോട്ടില് പോയി ഇരിക്കാൻ കൽപ്പിച്ചു, ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു കൊള്ളണം, പിന്നെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. 17-ാം അധ്യായത്തിലെ 4-ാം വാക്യം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം, ഇത്ര വലിയ ശക്തനായ പ്രവാചകന് ഈ തോട്ടിൽ പോയിരിക്കാൻ പറഞ്ഞെന്താ ദൈവം? ഒരു ശുശ്രൂഷയില്ല. ഇത്ര വലിയ പ്രവചനമൊക്കെ ഉള്ള ഒരാളെ കൊണ്ടുവന്ന് തോട്ടിൽ കൊണ്ടുവന്നിരുത്തുന്നു, ഒളിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ച, ഈ പുള്ളിക്കാരൻ തിസ്ബിയിൽ നിന്നുള്ള ഏലിയാവെന്നും പറഞ്ഞിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം, എൻ്റെ ഒരു ചിന്തയാണ് പറയണ, ബൈബിളിലൊന്നുമില്ല. ഈ ശമൂവേലിന്റെ കാലത്ത് തന്നെ എന്തുണ്ട്? പ്രവാചക സംഘങ്ങളുണ്ട്. പ്രവാചക സംഘങ്ങൾ. ശൗലിനോട് പറയുമ്പോ, നീ പോകുന്ന വഴിയിൽ ഒരു പ്രവാചക സംഘം നിന്നെ കാണും. അവര് തപ്പു കിന്നരം വീണൊക്കെ വെച്ച് ആരാധിച്ചു വരുമ്പോൾ നീ അവരുടെ കൂട്ടത്തിൽ പെടും. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീയും അവരുടെ കൂടെ പ്രവചിക്കും. അപ്പൊ ഒരു പ്രവാചക ഗണത്തെ, ഒരു ശുശ്രൂഷ ഗണത്തെ ദൈവം അവിടെ സൂക്ഷിച്ചിരുന്നു ഇസ്രായേലില്. പുരോഹിത ശുശ്രൂഷ മാത്രം പോരാ, യാഗങ്ങൾ നടത്തിയാൽ മാത്രം പോരാ, ദൈവശബ്ദം കേൾക്കുന്ന ആളുകൾ ഉണ്ടാകണം, വെളിപ്പാടും ദർശനമുള്ളവരുണ്ടാകണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തമ്പുരാൻ അത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദൈവസഭ വരണം, ദൈവമക്കൾ വരണം. അവരെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. സ്തോത്രം. അതുള്ളതുകൊണ്ടല്ല ഇപ്പൊ ജോണിക്കുട്ടി പാസ് അവിടെ പോയിട്ട് എത്ര പേര് ശുശ്രൂഷ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാപിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ വളർത്തിയെടുക്കാനും നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ ഇരിക്കണം. സ്തോത്രം. അപ്പൊ നമ്മൾ ഉപയോഗിക്കപ്പെടും. സ്തോത്രം. മനസ്സിലായോ? നമുക്കെല്ലാം ചെയ്തുകൊണ്ട് എനിക്കിപ്പോ ഉള്ളൊരു പരാജയം കൂടെ ഞാൻ പറയാം. നമ്മളെ ഈ എല്ലാത്തിലും പിടിച്ചിട്ടേക്കണല്ലോ, എല്ലാത്തിലും. അപ്പൊ അത് കാരണം എല്ലാ സ്ഥലങ്ങളിലും പോകണം. അപ്പൊ എപ്പോഴായിരുന്നു പ്രാർത്ഥിക്കാം? വീട്ടിലെ ഡ്യൂട്ടികള്, ചർച്ചിന്റെ, ലോക്കൽ സഭയുടെ ഡ്യൂട്ടികള്, സെക്ഷന്റെ സെന്ററിന്റെ ഡ്യൂട്ടികള്, ഇതെല്ലാം പോകുമ്പോ പത്രോസൊക്കെ പറഞ്ഞേ, ശരിയായിട്ട് ഉപയോഗിക്കപ്പെടണമെങ്കിൽ അതൊരു വലിയ ടാസ്ക്കാണ്, വലിയ ബുദ്ധിമുട്ടാണ്. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിയുന്നവർക്ക് അത് പറ്റുള്ളൂ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ മേശമേ ശുശ്രൂഷിക്കില്ല, ഞങ്ങൾക്ക് തന്ന് വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. അങ്ങനെ ഇരിക്കുന്നവനോട് ദൈവം പറഞ്ഞു, ഇന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകണം, കൊർണോലിയസിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനോടല്ല ദൈവത്തിന് വെളിപ്പാട് കൊടുക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നീ ഈശായുടെ വീട്ടിൽ പോണം. ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന, കേൾക്കുന്ന, ഗ്രഹിക്കാൻ കഴിയുന്ന ആളുകളെ ഇതിനുപയോഗിക്കാൻ പറ്റുള്ളൂ. പൗലോസിനെ സ്നാനപ്പെടുത്താനായിട്ട്
കണ്ണിലെ ചെതമ്പിൽ മാറ്റാനായിട്ട് അനന്യാസിനോട് അവരുന്ന അവൻ ദർശനക്കാരനാ. ഈ ദർശനക്കാരും പ്രവാചകന്മാരും നിങ്ങൾ നോക്കിക്കേ. എല്ലാ ശുശ്രൂഷ പോലെ തന്നെ ഇപ്പൊ ഒരു കൺവെൻഷൻ പ്രാസിംഗിന് വെറുതെ ഇരുന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? അവരിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണ്ടേ, പഠിക്കണ്ടേ? ഇതുപോലെ പ്രവാചകന്മാർ ഇരുന്ന് ദൈവമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവരോട് ദൈവം സംസാരിക്കുന്നേ, ദർശനം കൊടുക്കുന്നേ. അപ്പൊ ഈ ഏലിയാവ് ഒരു ദിവസം കൊണ്ട് വന്നൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ നീണ്ട നിരകളുണ്ട്. സ്തോത്രം. ഈ ശമൂവേലിന് തന്നെ ബൈബിൾ സ്കൂൾ അല്ലെങ്കിൽ പ്രവാചക സ്കൂൾ ഉണ്ടായിരുന്നു. ദാവീദിനെ പിടിക്കാൻ ഒരു പ്രാവശ്യം ചെന്നപ്പോ ശൗലിന്റെ പടയാളികൾ പ്രവചിച്ചെന്ന് എഴുതിയിരിക്കുന്നു, പ്രവാചക സ്കൂളിൽ ചെന്നപ്പോ. അതുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷകളെ പ്രാപിച്ചെടുക്കാനായിട്ട് നമ്മൾ അധികം ഉത്സാഹിക്കണം. നമ്മളിലൂടെ വല്ലതും ദൈവത്തിന് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മളോട് ദൈവത്തിന് ഇടപെടുന്നത് നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന അനുഭവത്തിലേക്ക് വരും. ഈ ഏലിയാവിനെ ആ കെരീത്ത് തോട്ടിലിരുത്തി. എന്തിനാണെന്നറിയാമോ? അവനെ ചിലത് പഠിപ്പിക്കാനുണ്ട്. അടുത്ത ഒരു നിയോഗത്തിലേക്ക്, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകളിലേക്ക് ദൈവം തമ്പുരാൻ, ഇന്ന് വരെ ഞാനും നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകളിലേക്ക് ദൈവം തമ്പുരാൻ ഈ 2025 നമ്മളെ കയറ്റാൻ പോവാ. അതിന്റെ ഒരു എന്താ പറയാ, പ്രസവ വേദന എന്ന് പറയില്ലേ? പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രസവ വേദന അനുഭവിക്കുന്നു. അതായി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിപ്പയറിങ് പീരീഡ് ആണ്. പ്രിപ്പയറിങ് പീരീഡ്. ഏലിയാവിന് പ്രിപ്പയറിങ് പീരീഡാ. ദൈവം പഠിപ്പിക്കുക. സ്തോത്രം. മിണ്ടാതിരിക്കേണ്ട സമയത്ത് മിണ്ടാതിരിക്കുന്നേ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക. നിനക്കൊരു വലിയ ശുശ്രൂഷ അതിനക്കരെ അപ്പുറത്തുണ്ട്. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഇസ്രായേൽ മുഴുവൻ പാപം ചെയ്ത് ആഹാബിന്റെ കള്ളപ്രവാചകന്മാരും ഇസബേലൊക്കെ ചേർന്ന് പാപം ചെയ്ത് മുമ്പോട്ട് പോൽ ദൈവജനം എന്ന് പറയുന്നവർ പാപം ചെയ്തു പോകുമ്പോൾ അതിന്റെ നടുവിൽ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിന്നെ ഒരുക്കുമ്പോൾ ഏലിയാവ്, നീ അവിടെ ഇരിക്കണം. ചാടിക്കേറിയാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. സമയമായപ്പോൾ എന്താണ്? തോട് പറ്റി. തോട് പറ്റുന്ന തോട്ടിലേക്ക് ഈ പുള്ളിക്കാരെ അവിടെ തന്നെ ഇരുന്നേ. അതിനാണ് പറയുന്നത് കംഫർട്ട് സോൺ. നല്ല ഇറച്ചി, രാവിലെ ഇറച്ചിയും അപ്പവും, വൈകുന്നേരം ഇറച്ചി അപ്പവും, പിന്നെ നല്ല ശുദ്ധമായ വെള്ളവും കാറ്റൊക്കെ കൊണ്ട് ഈ കെരീത്ത് തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴക്കോട്ട് പോകാനാ പറഞ്ഞ അന്ന് പുള്ളിക്കാരനോട്. കിഴക്കോട്ട്. ആഹാബിന്റെ കൊട്ടാരം ശമരിയയിലായിരുന്നു. ശമരിയുടെ കിഴക്കാണ്, യോർദാനടുത്താണ് ഈ കെരീത്ത് തോട്. അപ്പൊ നല്ല കാട്ടുപ്രദേശ, നല്ല സുഖകരമായ കാലാവസ്ഥയൊക്കെയാണ്. അപ്പോ നമ്മൾ ചില സഭകളിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ നല്ല വരുമാനവും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുമ്പോ എന്തുണ്ടാവും? ഇവിടെ തന്നെ അങ്ങ് തുടരാനായിട്ട് ചിലവർ ആഗ്രഹിക്കും. സ്തോത്രം. അതിനെ പറയണ കംഫർട്ട് സോൺ. കർത്താവ് അത് പൊളിക്കും. വെള്ളം പറ്റി, അപ്പൊ അടുത്ത അരുളപ്പാട് അതാ പറഞ്ഞ, ദൈവം ഇടപെടുന്ന ദൈവശബ്ദം കേട്ടാലോ ഒരു കുഴപ്പം വരില്ലെന്ന്. അടുത്ത ഇടപെടലുണ്ടായി. വെള്ളം പറ്റിയപ്പോ അടുത്ത ഇടപെടലുണ്ടായി. ഏലിയാവേ, നിന്നെ പോറ്റേണ്ടതിന് സാറാപ്പത്തിലൂടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ വായിച്ച കുറിവാക്യത്തില്, നമ്മുടെ സമയം തീരാറായി പറയണേ, നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏലിയാവിനോട് കൽപ്പിച്ചു, ഏലിയാവ് ചെയ്യണം. ഏലിയാവ് മറ്റുള്ളവരോട് പ്രവചിക്കുക മാത്രമല്ല, ഏലിയാവിനോട് ദൈവം പറയുന്ന കാര്യം ഏലിയാവ് ചെയ്യണം. അപ്പോഴേ ഏലിയാവിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തതിന്റെ കാര്യം, നമ്മളിങ്ങനെ വഴുതി പോവാണ് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ മനുഷ്യന്റെ സമ്മർദ്ദത്തിൽ പെട്ടു പോവാണ് നമ്മൾ. നമ്മുടെ പ്രസ്ഥാനവും സെക്ഷനും സെന്ററും ഒക്കെ തരുന്നത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ദൈവമക്കളെ, പിന്നെ ആ രീതിയിലെങ്കിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഏത് അതെങ്കിലും നടക്കുന്നുണ്ടല്ലോ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജഡം മരിപ്പിക്കണം, ചില സ്വഭാവങ്ങളെ മാറ്റാൻ തയ്യാറാകണം, ചിലത് വേണ്ടെന്ന് വെക്കാൻ, ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാനായിട്ട് നമുക്ക് ഇടയായി തീരണം. അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഒരു വിധേയപ്പെട്ട് ഒരുങ്ങി കൊടുക്കുമ്പോഴാണ് നമ്മളിലൂടെ ഒരു ദൈവപ്രവൃത്തി ദൈവം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, അടുത്ത പരിപാടി നിന്നെ എന്താ പരിപാടി എന്ന് അറിയുമോ? മരിക്കാനിരിക്കുന്ന ഒരു ജാതീയ സ്ത്രീയുടെ കുടുംബത്തെ ജീവിപ്പിക്കുന്ന, അവളെ മാത്രമല്ല ആ ദേശത്തൊരു വേലയാ. അവളുടെ കുടുംബക്കാരും മുഴുവൻ അകോപൃത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞ്. ഏലിയാവ് അവിടെ താമസിക്കുക മാത്രമല്ല, അവിടെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ ജീവനുള്ള ദൈവത്തെ. സമയായോ? ഞാൻ കൺക്ലൂഷൻ ചെയ്യാം. ഒരു മറുപടിയും ഇല്ലല്ലോ. എത്ര മണി വരെ ഉണ്ട്? ഒരു 10 മിനിറ്റ് കൂടി എടുക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏലിയാവിന് ഒരു ശുശ്രൂഷ ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഇസ്രായേൽ മുഴുവനും വേണ്ടെന്ന് പറയുന്ന സന്ദർഭത്തിൽ ഒരു കൂട്ടം ആത്മാക്കളെ അവന്റെ കയ്യിൽ കർത്താവ് കൊടുക്കുക. UK-ലും നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലായാലും, കേരളത്തിലായാലും, നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് സാഹചര്യത്തിലായാലും അവിടെയൊക്കെ വരൾച്ച കാണുമ്പോൾ, ആത്മീയ വരൾച്ച കാണുമ്പോൾ, സ്തോത്രം, ആളുകൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, അനേകർ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പലരും അവരുടെ പ്രതിസന്ധികളിൽ ഒരു പരിഹാരമില്ലാതിരിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ സ്തോത്രം, എന്നെയും നിങ്ങളെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ആമേൻ. കെരിതത്തോട്ടിൽ ഇരുന്നത് വെറുതെയല്ല. അല്പകാലം ഇരിക്കേണ്ടി വന്നെങ്കിൽ അത് വെറുതെയല്ല. ആമേൻ. തമ്പുരാനാണ് ഇരുത്തിയതെങ്കിൽ, ഇരുത്തിയത് ദൈവമാണെങ്കിൽ, ഇരുത്തിയത് ദൈവമാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. തനിച്ചു പോയിരുന്നതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇരുന്നതല്ല. ഈ ശിഷ്യന്മാരോട് ഈ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈ 6-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്തെന്നറിയുമോ? അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുല്ലിന്മേൽ പന്തി പന്തിയായി ഇരുത്തുവിനെന്ന് പറഞ്ഞു. ഇരുത്തുവാൻ കൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവ് ഇങ്ങനെ ഓരോ കൽപ്പനകള് ഈ ശിഷ്യന്മാരോട് പറയില്ല. ശിഷ്യന്മാര് ഈ ഗലീലിയ തടാകത്തിന് 2 പേരുണ്ട്. ഒന്ന് ഗലീലിയ കടൽ എന്നും പിന്നെ തിബിരിയാസ് കടൽ. ഇപ്പൊ തിബിരിയാസ് കടലിന്റെ തെക്കേ അറ്റത്താണ് നസ്രത്ത് പട്ടണം. അപ്പൊ ഈ 6-ാം അധ്യായത്തിൽ യേശു സ്വന്തം പട്ടണത്തിലൊക്കെ ചെന്നു. അവിടെ ചെറിയ അത്ഭുതമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ആ വിശ്വാസം കാരണം അധികം ഒന്നും ചെയ്തില്ല. അങ്ങനെ അപ്പൊ യേശു അവരോട് പറഞ്ഞു, നമുക്ക് മറുകരയ്ക്ക് പോകണം, ബെത്സയിദയ്ക്ക് പോകണം. ബെത്സയിദ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നസ്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് കടലിന്റെ അങ്ങേയറ്റത്ത്, പടിഞ്ഞാററ്റത്ത്, വടക്കേറ്റത്ത്. തെക്കേ അറ്റത്താണ് നസ്രത്ത്, വടക്കേ അറ്റത്താണ് ബെത്സയിദ. ആ കടലിന്റെ, ഗലീല കടലിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് കഫർനഗൂം, കൊറിസീൻ, മക്തന ഒക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. യേശു പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ പോകുന്നതിന് മുമ്പ് സ്തോത്രം, ഹല്ലേലൂയ, അവരവിടെ ചെന്നപ്പോ വലിയ പുരുഷാരം അവരെ പിൻപറ്റി. അപ്പൊ അവർക്ക് കഴിക്കാനൊന്നുമില്ല. അപ്പൊ യേശുവിനോട് ഇവര് പറഞ്ഞു കൊടുക്കുകയാണ്, കർത്താവെ, നേരെ സന്ധ്യയായി, ഇത് നിർജ്ജന പ്രദേശമാണ്, മരുഭൂമി പോലുള്ള പ്രദേശമാണ്, ആളുകളില്ല. അതുകൊണ്ട് ഇവരെ ഏതെങ്കിലും കടകളില്, ഊരുകളില്, വില്ലേജുകളില് എന്തെങ്കിലും കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് വിടണം. അപ്പൊ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ശിഷ്യന്മാര് ആ അക്കൗണ്ടൊക്കെ നോക്കിയപ്പോ ആകെ 200 വെള്ളിക്കാശുള്ളൂ. ഈ സംഭവം തന്നെയാണ് യോഹന്നാൻ 6-ാം അധ്യായത്തിൽ കാണുന്നത്. ഫിലിപ്പോസാണ് പറഞ്ഞത്, ഈ 200 വെള്ളിക്കാശിന് അപ്പം മേടിച്ച തികയില്ലല്ലോ കർത്താവേ എന്ന്. അപ്പൊ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എത്ര അപ്പം ഉണ്ടെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് 5 അപ്പം 2 മീനും കൊണ്ടുവന്നു. അപ്പോഴാണ് യേശു പറഞ്ഞ, ഇവരെ 50 പച്ചപ്പുല്ലിൽ പന്തിക്കില്ല, 50 100 ആയിട്ട് അവരിരുത്തി. 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിച്ചു കൊടുത്തു. അവരെല്ലാവരും ഭക്ഷിച്ചു. ബാക്കി 12 കൊട്ട എടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കൊട്ട എവിടെ നിന്നുണ്ടായി? ഏത് പാത്രത്തിൽ ഇത് വിളമ്പിയത്? 5000 പുരുഷന്മാരുണ്ടായെങ്കിൽ സ്ത്രീകൾ അതിന്റെ ഇരട്ടി കാണും, പിള്ളേരും കാണും. ഇവർക്കൊക്കെ പാത്രം എവിടെ നിന്നുണ്ടായി?
സ്തോത്രം. ദൈവമക്കളെ, ഈ അപ്പം ഉണ്ടാക്കിയ കർത്താവിന് ഇതെല്ലാം, അല്ല ഇവരെ ഇലയൊക്കെ കൊണ്ടു നടക്കായിരുന്നു. ഇലയോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ആയിട്ട് അന്നില്ലല്ലോ. അന്ന് അവിടെ വല്ല തേക്കലയോ വാഴയിലയോ, വാഴയില അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ നാട്ടിൽ എന്തെങ്കിലും ഇലയൊക്കെ പറിച്ചാണോ അവര് കഴിച്ചെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊട്ടയിലെടുത്തു എന്ന് പറയുമ്പോ കൊട്ട കൊണ്ടെന്തിനാ ഇവര് പോണ യോഗത്തിന്? സ്തോത്രം. പ്രൈസല്ലോ. എനിക്ക് തോന്നുന്നേ പോയവരൊക്കെ കൊട്ടയിൽ അപ്പം കൊണ്ടുപോയിട്ടുണ്ടോ യേശുവിന്റെ കൂടെ പോണ വഴിക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു പറയണത്. പെണ്ണ് കാണാനൊക്കെ പോകുമ്പോ ഈ യാത്രയൊന്നും അന്ന് ട്രെയിനും ബസ്സൊന്നും ഇല്ലാത്ത കാലത്തിലൊക്കെ പെണ്ണ് കാണാൻ പോയി പകലേക്കൊക്കെ പോകുമ്പോ പൊതിച്ചോറ് കെട്ടി പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സ്തോത്രം. എന്തുവാട്ടെ, പഴയ കാലത്തൊക്കെ നമ്മൾ മറന്നുപോയി, നമുക്ക് അതൊന്നും അറിയില്ല, പഴയ ആളുകൾക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് ദൈവമക്കളെ, സ്തോത്രം, യേശു കൽപ്പിച്ചാൽ അതിന്റെ അടുത്ത ഭാഗം ചെയ്യാൻ അവൻ തയ്യാറാണ്. 50 വീതം ഇരുത്താൻ പറഞ്ഞെങ്കില് ആമേൻ ആലലി 5 അപ്പം ഉള്ളെങ്കിൽ 2 മീനുള്ളെങ്കിലും മതിയെന്ന് ഉള്ളതിനെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരുത്തനാ കൽപ്പിച്ചതെങ്കിൽ അവൻ നമ്മുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ കഴിവുള്ളവൻ. പക്ഷെ ശിഷ്യന്മാർക്ക് വിശ്വാസം ഉണ്ടായി. ശിഷ്യന്മാരിത് പഠിപ്പിച്ചെന്തിനാണെന്നറിയുമോ? നാളെ വിശ്വാസത്തിന്റെ വലിയ പ്രവൃത്തികൾ അവരിലൂടെ ചെയ്യാൻ വേണ്ടി ഇവർക്ക് വിശ്വാസം ഉണ്ടാകണമല്ലോ. ഇവര് സേവിക്കുന്ന യേശു, ഇവരാരാധിക്കുന്ന യേശു, ഇവര് കൂടെ നടക്കുന്ന യേശുവിന് ആമേൻ അവരിലൂടെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അവരിലൂടെ ആമേൻ ഇൻജക്ട് ചെയ്യുകയായിരുന്നു കർത്താവ്. അവരിൽ അത് ബൂസ്റ്റ് ചെയ്യുകയായിരുന്നു കർത്താവ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളി കയറിയപ്പോഴാണ് പത്രോസ് പറഞ്ഞ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിൽ നടക്കാൻ പറഞ്ഞില്ല. ശവത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞില്ലേ, തബീത്ത നീ എഴുന്നേൽക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ കേട്ടവരുടെ മേലൊക്കെ ആത്മാവ് ഇറങ്ങിയില്ലേ? ആമേൻ ആമേൻ. ഇരിക്കാൻ തയ്യാറാണ്, ഉപയോഗിക്കാൻ കർത്താവ് തയ്യാറാണ്. ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയം മുന്നോട്ട് പോയല്ലോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുവിൻ. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യും. നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളോട് ഇടപെട്ടിട്ടില്ലേ? വാഗ്ദത്തം തന്നിട്ടില്ലേ? അതിനുവേണ്ടി ഇരിക്കി, അതിനുവേണ്ടി ദൈവശബ്ദത്തിന് വേണ്ടി ഒരുങ്ങ്, കാത്തിരിക്ക്. ദൈവം തമ്പുരാൻ അത് ചെയ്യും. ഇല്ലായ്മകളെ മാറ്റുവാൻ അവന് കഴിയും. അവന്റെ പേര് രക്ഷകൻ എന്ന. അവൻ അത്യുന്നതനാകും. അവൻ തന്റെ ജനത്തെ രക്ഷിപ്പാൻ എല്ലാ പാപത്തിൽ നിന്ന് രക്ഷിക്കല് മാത്രമേ ഉള്ളൂ. അതല്ല, ഇന്ന് ആൾക്കാർ പഠിപ്പിക്കുന്ന പാപത്തിൽ നിന്ന് മാത്രം രക്ഷിക്കുന്നുള്ളൂ. സ്തോത്രം. പിന്നെ രോഗം മാറാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്തിന്? കടഭാരം മാറാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്തിന്? ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറയണത് എന്തിന്? നമ്മുടെ കർത്താവിനെല്ലാം ചെയ്യാൻ കഴിയും. സ്തോത്രം. പക്ഷെ പരമപ്രധാനം മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയാണ്, വിശുദ്ധ ജീവിതമാണ്, നിത്യതയിൽ പോകുന്നതാണെന്നുള്ളത് മറക്കരുതെന്ന് മാത്രം. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാനിവിടെ ആമേൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നു. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ അമ്മയുടെ ഉദരത്തില് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ, എൻ്റെ കണ്ണില്ലാതിരുന്നപ്പോൾ, ഹൃദയമില്ലാതിരുന്നപ്പോൾ അതെല്ലാം നിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ അവൻ നമ്മളെ കുറിച്ചുള്ള വലിയ പദ്ധതികൾ അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നമ്മളെ കുറിച്ചും നമ്മുടെ തലമുറകളെ കുറിച്ചും നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും അവന് വലിയ പദ്ധതികൾ ഉള്ളതിനാൽ അവൻ പറഞ്ഞത് ചെയ്യുവാൻ അവന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാല കർത്താവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. കർത്താവ്, അങ്ങ് ഞങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ, പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. അത് ചെയ്യുവാൻ, അനുസരിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, അനുസരിക്കുവാൻ, അതിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ എത്തുവാൻ കർത്താവ്, ഇന്നുള്ള ഞങ്ങളുടെ ഭാരങ്ങൾ മാറിപ്പോകുവാൻ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജനത്തിന്റെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, കടഭാരങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, ആവിലാദികൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ. ആമേൻ. ദൈവമേ, ഉയർത്തില്ലെന്ന് വാദിക്കുന്ന, ശുശ്രൂഷകളിൽ ഉയർത്തില്ലെന്ന് വാദിക്കുന്ന, നന്മകൾ തരില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ അങ്ങ് തന്ന അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ഉടച്ചു മാറ്റുകയാണ്, അതിനെ നിർവീര്യമാക്കുകയാണ്. യേശുവിന്റെ
നാമത്തിൽ നിന്റെ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ ജീവിതത്തിൽ കർത്താവേ വരുന്ന ദിവസങ്ങളിൽ ആമേൻ 30 100 ആമേൻ മേനിയായി വിളയുവാനിടയാകട്ടെ. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ അങ്ങ് പറഞ്ഞു, അങ്ങ് അയക്കുന്ന അങ്ങയുടെ വചനം അത് അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരില്ല. ദൈവം അങ്ങാണ് അയച്ചതെങ്കിൽ അതിന്റെ പ്രവൃത്തി ചെയ്യട്ടെ. അതും ആമേൻ ഹല്ലേലൂയ, അതിന്റെ പ്രവൃത്തി ഞങ്ങൾ കാണട്ടെ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ആമേൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോടും കേട്ടിരുന്ന സർവ്വജനത്തിനോടും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.